കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജകുമാരിയുടെ കയ്യിൽ 2 മാന്ത്രിക കമ്മലുകൾ ഇരിക്കുന്നു. അതിലൊരെണ്ണം ആ രാജകുമാരി തന്റെ കാതിലിടുന്നു, ഒരെണ്ണം തന്റെ തോഴിയുടെയും കാതിലിടുന്നു. അപ്പോൾ രാജകുമാരിയുടെ ശരീരം തോഴിക്കും, തോഴിയുടെ ശരീരം രാജകുമാരിക്കും കിട്ടുന്നു. രാജകുമാരി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾക്ക് കല്യാണ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ആ കല്യാണത്തിന് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ആ മാന്ത്രിക കമ്മൽ യൂസ് ചെയ്ത് രക്ഷപ്പെടുന്നു. ഇവിടെ കട്ട് ചെയ്താൽ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിൻ ഒരു ആന്റിക് ഷോപ്പിൽ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ ആ മാന്ത്രിക കമ്മൽ കാണുന്നു. അത് കണ്ടതും അവൾക്ക് അത് വളരെയധികം ഇഷ്ടമാവുന്നു. ഇതിന് എത്ര രൂപയാണെന്ന് ഷോപ്പിന്റെ ഓണറിനോട് ചോദിക്കുന്നു. അവർ അത് വിൽക്കാനുള്ളതല്ലെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ ഷോപ്പ് ഓണർ അറിയാതെ ആ കമ്മൽ എടുത്തിട്ട് ഇവൾ നേരത്തെ വാങ്ങി വെച്ചൊരു കമ്മൽ അവിടെ വെച്ചിട്ട് പോകുന്നു. ഇപ്പോൾ ആ മാന്ത്രിക കല്ലിന്റെ ഒരെണ്ണം ഹീറോയിന്റെ കയ്യിലും ഒരെണ്ണം ഒരു കള്ളന്റെ കയ്യിലുമാണുള്ളത്. ഹീറോയിൻ ഉറങ്ങി എണീറ്റ് കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോൾ ആ കള്ളന്റെ ശരീരം ഹീറോയിന് കിട്ടിയിരിക്കുന്നു, ഹീറോയിന്റെ ശരീരം ആ കള്ളനും കിട്ടിയിരിക്കുന്നു. അവസാനം ഹീറോയിൻ കള്ളനുള്ള സ്ഥലം കണ്ടുപിടിച്ച് മാന്ത്രിക കമ്മൽ എക്സ്ചേഞ്ച് ചെയ്തിടുന്നു. അപ്പോൾ ഹീറോയിന് വീണ്ടും അവളുടെ ശരീരവും കള്ളന് അവന്റെ ശരീരവും തിരികെ കിട്ടുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ